എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭംഗിയായി നടക്കുന്നുണ്ട്. അതിനിടയിൽ കേരളത്തിലെ KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉണ്ടായപ്പോഴൊരു വാർത്ത ഹൈസ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് അഭിപ്രായ ഐക്യവും അഭിപ്രായ വ്യത്യാസവും വിമർശനവും സപ്പോർട്ടിങ് എല്ലാം ഉണ്ടാവും. നാച്ചുറൽ. പ്രതിപക്ഷ നേതാവ് സമാന്തരമായി നേതൃത്വത്തിൽ അതിനൊന്നും എന്റെ ഇടയ്ക്ക് ഉത്തരം കിട്ടൂല. നിങ്ങൾ അതൊക്കെ പ്രതിപക്ഷ നേതാവോട് പോയി ചോദിച്ചോളുക. നിങ്ങൾ ചോദിച്ച ജനറൽ ക്വസ്റ്റ്യൻസിന് ഞാൻ ഉത്തരം പറയും. അങ്ങനെ ആക്ഷേപമുണ്ടോ? എങ്ങനെ ആക്ഷേപം? പ്രതിപക്ഷ നേതാവ് സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ പോയി ചോദിക്കുന്നതാണ് നല്ലത്. അല്ല, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനൊക്കെ എനിക്കറിയാം. ആലത്തൂരിലുണ്ടായൊരു തോൽവി അത് വീണ്ടും പഠിക്കാനുള്ള ഒരു സമിതി, ആലത്തൂരിലെ ഈ തോൽവി വീണ്ടും പഠിക്കാനുള്ള ഒരു സമിതിയെ രൂപീകരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇല്ല, എന്റെ അറിവിൽ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി വെച്ചിട്ടില്ല. പക്ഷെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പ്രസിഡന്റ്, ഈ പറയുന്ന വാർത്തകളൊക്കെ വെറുതെയാണോ? ഈ കോൺഗ്രസിനകത്ത് ഐക്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? അതെല്ലാം യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടോ? എനിക്ക് നിലവിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ എല്ലാ ആളുകളോടും സമദൂരത്തിലും എന്താ പറയാ സ്നേഹത്തിലും ഞാൻ എല്ലാവരുമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം ആരോടുമില്ല. എനിക്കങ്ങനെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് രാഷ്ട്രീയത്തിൽ കളിക്കാനും താല്പര്യമില്ല. അന്ന് എങ്ങനെ വരുന്നു അന്ന് രാജ്യം വെച്ചിട്ട് ഞാൻ പോകും. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ KPCC ഭാരവാഹികൾ തന്നെ? അതൊക്കെ ഉണ്ടാവും, അവരവർക്ക് അഭിപ്രായം ഉണ്ടാവില്ലേ? ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗിന്റെ അകത്ത് പാർട്ടി നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? ആ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിക്കൂടെ? അതൊരു ജനാധിപത്യ പാർട്ടിന്റെ ക്വാളിറ്റിയല്ലേ? അങ്ങനെ വിമർശനം ഇല്ലെങ്കിലല്ലേ പാർട്ടി ജനാധിപത്യ പാർട്ടി അല്ല എന്ന് പറയേണ്ടത്. ഇത് CPM പാർട്ടിയല്ല ഇത്. അത് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കട്ടെ. അത് പരിശോധിക്കുന്നുണ്ട്. എന്ത് പരിഹരിക്കാതിരിക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. പരിഹരിക്കാതിരിക്കാൻ ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല. അത് പരിശോധിക്കും. സതീശനാരും ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇപ്പം കണ്ട സതീശനെ കൂട്ടിക്കൊണ്ട് ഞാൻ ചായ വാങ്ങിക്കൊടുക്കും. ഒരു പ്രശ്നമില്ല.